ഇപ്പോൾ 24-ന്റെ എഡിറ്റർ ഇൻ ചാർജ് ശ്രീ പി ജെയിംസ് കൂടി ചേരുന്നുണ്ട്. പി ജെയിംസ്, അദ്ദേഹം സഞ്ചരിച്ച ട്രെയിനും കൊല്ലത്ത് കുടുങ്ങിയിരുന്നു. ജെയിംസ് സാർ, ഇപ്പോൾ എന്താണ് സ്ഥിതി? ട്രെയിൻ പുറപ്പെട്ടോ? ദിലീപ് 2 മണിക്കൂർ കുടുങ്ങിക്കിടന്നു. ഇപ്പൊ നമ്മൾ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഒരുപാട് ട്രെയിനുകൾ കൊല്ലത്ത് കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു. കൊല്ലത്ത് മാത്രമല്ല, തിരുവനന്തപുരത്തും അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലും പരവൂര് അടക്കമുള്ള സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് യാത്രക്കാരാണ് സ്റ്റേഷനിൽ ട്രെയിൻ കിട്ടാതെ വലഞ്ഞത്. വലിയ ചൂടായിരുന്നു. സ്വാഭാവികമായിട്ടും വോട്ട് ചെയ്യാൻ പോകുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്യാനായിട്ടാണ് ഭാര്യ സമേതം പോകുന്നത്. അപ്പൊ ഇപ്പൊ ഏതായാലും ട്രെയിൻ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു 4 മണിക്കുള്ളിൽ തിരുവനന്തപുരത്ത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ബൂത്തിലേക്ക് ഓടിപ്പോവേണ്ടി വരും. അതെ, 1 മണിക്ക് ഉള്ളിൽ എത്തേണ്ടതായിരുന്നു. അപ്പൊ ഫലത്തിൽ ഒരു 3 മണിക്കൂർ വൈകി. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ ട്രെയിൻ വൈകുന്നത് ഒരു അറിയിപ്പോ മറ്റു കാര്യങ്ങളൊന്നും വരുന്നില്ല. റെയിൽവേയുടെ ഭാഗത്തുള്ള ഒരു വലിയ അനാസ്ഥയാണ്. ഒരു സിഗ്നൽ സിസ്റ്റം തകരാറിനാണ് നമ്മൾ വളരെ അന്വേഷിച്ചിട്ടാണ് കണ്ടെത്തുന്നത്. ഇത്രയധികം ആയിരക്കണക്കിന് യാത്രക്കാര് വലഞ്ഞു കിടന്നിട്ടും റെയിൽവേയുടെ ഭാഗത്തുനിന്ന് അവർക്ക് ഈ സിസ്റ്റം ഉള്ളതാണ്. ഇങ്ങനൊരു കാരണം കൊണ്ട് ട്രെയിനുകൾ ലേറ്റ് ആവുകയാണ് എന്ന് പറയും. ഒരുപാട് പേര് മറ്റ് വിദേശികളടക്കം വർക്കലയിൽ പോകുന്നവരുണ്ട്. പലരും അവര് ഊബർ വിളിച്ചും മറ്റൊക്കെയാണ് പോകുന്നത്. അവർക്കൊന്നും അറിയില്ല, അവർക്ക് ഭാഷയും മനസ്സിലാവുന്നില്ല. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു കൊമോഷൻ, ഒരു വലിയ അസ്വസ്ഥതയാണ് ഇവിടെ ഉണ്ടായത്. ഇത് റെയിൽവേയുടെ ഭാഗത്തുനിന്നുള്ള ഒരു വലിയ വീഴ്ചയായിട്ട് ഞാൻ കാണുന്നത്. ജെയിംസ് സാർ, അതെ, ഈ അടുത്ത കാലത്ത് തന്നെ നിരവധി യാത്രക്കാർ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പരാതികൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. ഈ സാങ്കേതിക വിദ്യയൊക്കെ ഇത്രയേറെ വികസിച്ച കാലത്തും ഒരു ട്രെയിൻ എവിടെയെങ്കിലും അത് നിർത്തിയിടുകയാണെങ്കിൽ അത് യാത്രക്കാരെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം റെയിൽവേക്കുണ്ട്. മണിക്കൂറുകളോളം ഈ നിലയിൽ കിടക്കുന്നാലും കാരണം എന്താണ് എന്ന് യാത്രക്കാർ അറിയാത്ത സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. അതിനൊക്കെ ഒരു മാറ്റം വരണം എന്നും ഈ യാത്രക്കാരൊക്കെ ആഗ്രഹിക്കുകയും അവർ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ റെയിൽവേ ഇപ്പോഴും അതിനോടൊക്കെ മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ്. ജെയിംസ് സാർ. തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ ഇവിടെ 2 മണിക്കൂർ കിടന്നതിന്റെ ഇതിൽ ആകെ ഒരു ട്രെയിനാണ് കടത്തി വിട്ടത്. അത് വന്ദേ ഭാരതാണ്. ഈ വന്ദേ ഭാരതിന്റെ അതത്ര തന്നെ പൈസ കൊടുത്താണ് ഈ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പൊ ഈ വന്ദേ ഭാരത് കടത്തിവിടുകയും ബാക്കി ട്രെയിനുകളൊക്കെ പിടിച്ചു വെക്കുകയും, ഒരു ട്രെയിൻ മാത്രമല്ലല്ലോ ദിലീപ്, ഒരുപാട് ട്രെയിനുകൾ വഴിയിലിട്ട്. അപ്പൊ അവിടുത്തെ ബന്ധുക്കൾ പലരും പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ മകള് കൊച്ചുമക്കളൊക്കെ വരാനിരിക്കുകയാണ്, 1.5 മണിക്കൂറായി 2 മണിക്കൂറായി കാത്തിരിക്കുന്ന ഒരു ഇതുമില്ല. ചിലർ ഫോണിൽ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ എന്താണ് കാരണമെന്ന് റെയിൽവേ അറിയിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. ഈ 10,000-കണക്കിന് റെയിൽവേ യാത്രികരെ ഇങ്ങനെ വലിയ ഒരു ത്രിശങ്കു സ്വർഗത്തിലാക്കിക്കൊണ്ട് ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. ഏറ്റവും വലിയത് ദിലീപ് ഇതിനെ കുറിച്ചുള്ളത്, ഇവിടുത്തെ ട്രെയിൻ സിസ്റ്റം വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സിസ്റ്റം കൊണ്ടുവരാൻ അതിന് വലിയ തുകയൊന്നും ആവശ്യമില്ല. 2 കിലോമീറ്റർ വ്യത്യാസത്തിൽ ട്രെയിനുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതൊക്കെ വിദേശത്തുള്ളതാണ്. പക്ഷെ ആ സംവിധാനം പോലും റെയിൽവേ ചെയ്യുന്നില്ല എന്നുള്ള തരത്തിലാണ് പരാതികൾ വരുന്നത്. അപ്പൊ നമ്മൾ നേരിട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മളത് കാണുന്നു, നമ്മളത് ചോദിക്കുന്നു. പക്ഷെ ഇവിടുത്തെ അത്യാവശ്യം പോലീസുകാർ പിന്നീട് അന്വേഷിച്ച് പിടിച്ചാണ് എന്റെ അടുത്ത് വന്ന് പറഞ്ഞത് സിഗ്നലിംഗ് കംപ്ലൈന്റ് ആണെന്നുള്ളത്. അവർ നടന്നുപോയി 1 കിലോമീറ്റർ നടന്നു പോയിട്ടാണ് ഇപ്പോൾ പോലീസുകാരാണ് സഹായിച്ചത്. പക്ഷെ റെയിൽവേയുടെ ഭാഗത്ത് യാതൊരു അറിയിപ്പും തരുന്നില്ല. അവർക്ക് മൈക്കോടെ വിളിച്ച് പറഞ്ഞാൽ മതി ഇന്ന കാരണം കൊണ്ടാണ്. പി ജെയിംസ് സാറാണ് വിവരങ്ങൾ നൽകിയത്. ദിലീപ്, എന്തായാലും അദ്ദേഹവും ഉണ്ടായിരുന്നു ഈ കുടുങ്ങിക്കിടന്ന ട്രെയിനിൽ. ഇപ്പോൾ പതിയെ അത് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സിഗ്നലിലെ ജെയിംസ് സാറിന് അവിടെ എത്തി തിരുവനന്തപുരത്ത് എത്തി വോട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.